ചൂടെടുക്കുന്ന ഫാൻ ഒന്നിട്ടെ. അന്തരീക്ഷം നല്ല ചൂടാണ്, അപ്പോൾ ഫാനിട്ട് കുറച്ച് കാറ്റ് കൊണ്ടേക്കാം. പക്ഷേ ഫാനിൻ്റെ റെഗുലേറ്റർ 5-ലിട്ടിട്ടും ഇതാണ് ഫാനിൻ്റെ അവസ്ഥ. തീരെ കാറ്റില്ല, ഫാനിനാണെങ്കിൽ സ്പീഡും ഇല്ല. എന്താ ചെയ്യുക? ഫാന് ഫുൾ സ്പീഡ് ഇട്ടിട്ട് പോലും ഫാനിന് സ്പീഡില്ല. അല്ല, ഫുൾ സ്പീഡ് കിട്ടിയാൽ പോലും നമുക്കിപ്പോൾ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ ഫുള്ളായിട്ട് സ്പീഡിൽ ഇട്ടിട്ട് പോലും ആ ഫുൾ സ്പീഡ് വരാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? അപ്പൊ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാല് കൂടുതൽ ആൾക്കാരും ഇപ്പൊ ഫാന് മാറ്റുകയാണ് ചെയ്യുന്നത്, അതായത് പുതിയ ഫാന് വാങ്ങുകയാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ പുതിയ ഫാന് വാങ്ങുന്നതിന് മുന്നേ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല, ഒരു ഷോർട്ട് വീഡിയോയിൽ ഒതുക്കേണ്ടതാണ്. പക്ഷെ എന്നാലും ഞാനൊരു ലോങ് ആയിട്ടാണ് ചെയ്തത് കേട്ടോ. ഒരു ചെറിയൊരു വീഡിയോ ആണ്. അതായത് നമ്മളിപ്പം ഇതുപോലെ ഫാനിന് സ്പീഡ് നമ്മൾ കുറഞ്ഞു, നമ്മൾ കണ്ടു പല സ്ഥലങ്ങളിലും ഉണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഫാനിന് നല്ല രീതിക്ക് സ്പീഡ് കുറവ്, പ്രത്യേകിച്ച് ഇപ്പൊ രാത്രിയിൽ പവർ കട്ടും കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ മാറ്റേണ്ട ഒരു സാധനമുണ്ട്, വളരെ ചീപ്പ് റേറ്റിന് കിട്ടുന്ന സാധനമാണ്. ആ സാധനം മാറ്റി വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാന് നല്ല സ്പീഡാവും. അപ്പൊ ഞാൻ കാണിച്ചു തരാം ഏതാ സാധനം എന്നുള്ള കാര്യം. നിങ്ങൾ ഫാന് തന്നെ മാറ്റുന്നതിന് മുമ്പ് ഇതാണ് ഫാനിന്റെ കപ്പാസിറ്റർ. ഈ കപ്പാസിറ്റർ ഒന്ന് മാറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഫാന് നല്ല രീതിക്ക് തന്നെ സ്പീഡ് കൂടും. ഫാനിന് സ്പീഡ് കുറയുന്നതിൽ 100-ൽ 99% കാരണവും ഈ കപ്പാസിറ്ററാണ്. എൻ്റെ വീട്ടിൽ ഈ ഒരു കപ്പാസിറ്റർ മാറ്റിയതിന് ശേഷമാണ് ഫാൻ ഇതുപോലെ സ്പീഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ 5-ലിട്ടാ നല്ല അത്യാവശ്യം കാറ്റുമുണ്ട്, നല്ല സ്പീഡുമാണ്. സംഭവം മാറ്റി വിട്ട് കഴിഞ്ഞാല് ചില കേസിൽ നിങ്ങളുടെ ഫാനിന് നല്ല സ്പീഡ് ഉണ്ടാവും, പഴയ പോലെ തന്നെ സ്പീഡ് നേടിയെടുക്കാൻ പറ്റും. ഇതിനാകെ വില വരുന്നത് ഓൺലൈനിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ 250 രൂപ അല്ലെങ്കിൽ 270 രൂപ വില വരുന്നുണ്ട് ആമസോണിലൊക്കെ. ഇനിയിപ്പോ നിങ്ങളുടെ നാട്ടിലുള്ള ഒരു ഇലക്ട്രിക്കൽ കടയിലാണെങ്കിൽ ചിലപ്പോൾ അതിന് താഴെ ആയിരിക്കും ഇതിന്റെ റേറ്റ്. ഒരു ഫാന് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായാലും ഒരു 2000 രൂപ 3000 രൂപ ഫാനിന് വിലയുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 1500 രൂപയോളം വിലയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റുമ്പോൾ ആദ്യം നിങ്ങൾ ടെക്നീഷ്യനോട് പറയാ കപ്പാസിറ്റർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഇതിനാണ് പറയാ കപ്പാസിറ്റർ. ഇത് പല ആൾക്കാർക്കും അറിയില്ല. ഇനി അറിയുന്ന ഒരുപാട് വമ്പന്മാരുണ്ടാവും, അവരാരും ഇതിന്റെ അകത്ത് വലിയ ആളാവാനൊന്നും വരണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, നൈസ് ആയിട്ട് സ്കിപ്പ് ചെയ്ത് പോവുക. കാരണം നിങ്ങൾക്ക് ലോകത്തെല്ലാം അറിവുള്ള ആൾക്കാരാണല്ലോ, നിങ്ങളാണല്ലോ ഈ രാജ്യം ഭരിക്കുന്നത്. സോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക. ഞാൻ പറയുന്നത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് ഇതൊരു ടിപ്സ് ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിൽ ഫാന് മാറ്റുമ്പോൾ അല്ലെങ്കിൽ ഫാനിന് സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പൈസ കൊടുത്ത് ചാടി കയറി പോയി, ഇല്ലാത്ത പൈസ എടുത്ത് ചാടി കയറി പോയി നിങ്ങൾ ഫാന് വാങ്ങരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 10-250 രൂപക്ക് കിട്ടുന്ന കപ്പാസിറ്റർ മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാന് പഴയ പോലെ സ്പീഡാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു സംഭവം കണ്ടോ? ഇത്തരത്തിലുള്ള ഫാനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇത് ചാർജിന്റെ ഫാനാണ്. ആമസോണിലൊക്കെ ഇതുപോലുള്ള സാധനം ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇതിപ്പോ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് കാറിൽ യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇനി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫാനിന്റെ സ്പീഡൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഫാന് വാങ്ങുക. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞു തന്ന പോലെ കപ്പാസിറ്റർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. കപ്പാസിറ്റർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാന് സ്പീഡ് കൂടുന്നത് കാണാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ചാടി കയറി പൈസ മുടക്കി വെറുതെ ഒരു സീലിംഗ് ഫാന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എല്ലാ കാര്യവും. എന്നിട്ട് പറ്റിയില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ പുതിയ ഒരെണ്ണം വാങ്ങാൻ പാടുള്ളൂ. അപ്പൊ ഇതുപോലുള്ള അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാത്ത ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് അറിവൊന്ന് കിട്ടിക്കോട്ടെ. അറിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുക, അതോടൊപ്പം ലൈക്കും തരാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു. പവർ കട്ടിൽ കറണ്ട് പോയ സമയത്ത് നല്ല രീതിക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ ഇവൻ.